ലക്ഷ്മി. ഇത് നമ്മുടെ നിലമ്പൂർ റിസോർട്ടിന്റെ വീഡിയോയുടെ രണ്ടാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഭാഗമാണ്. ഇനി ഞാൻ ഒരുപാട് വൈകുന്നുണ്ട്, അർത്ഥമില്ല. റെസിപ്പീസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിൽക്കുന്നത് ഈ റെസിപ്പികളിലൂടെയാണല്ലോ. അതെനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. നിങ്ങൾ കമന്റ്സ് അയക്കുകയും ഞാൻ റിപ്ലൈ അയക്കുകയും ചെയ്യുന്നതിലൂടെ അവിടെ ഒരു സുഹൃത്ത് ബന്ധമാണ് ഉണ്ടാകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ ബന്ധം എന്നും നല്ല ദൃഢമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇന്ന് നമ്മുടെ റിസോർട്ടിന്റെ ഷെഫ് ചന്ദ്രൻ ചേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കുരുമുളക് ചിക്കൻ കറിയാണ്. നമ്മളിത് സാധാരണ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കുന്ന പെപ്പർ ചിക്കൻ ഇല്ലേ, അതല്ല, കുരുമുളകിന്റെ രുചിയുള്ള ഒരു നല്ല നാടൻ ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് ചന്ദ്രൻ ചേട്ടന്റെ കുരുമുളക് ഇട്ട് വെച്ച നല്ല നാടൻ ചിക്കൻ കറിയും പിന്നെ റിസോർട്ടിന്റെ ബാക്കി വിശേഷങ്ങളും കാണാം. അപ്പൊ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ പൊട്ടറ്റോ പിസ്ത കറി ഉണ്ടാക്കി കഴിഞ്ഞു. ചന്ദ്രചേട്ടൻ ഉടനെ തന്നെ കുരുമുളക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുകയാണ്. ഒരുപാട് വലുതായിട്ടല്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഇനി പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ മുറിച്ച് വെക്കുകയാണ്. ഒരു 10-15 എണ്ണമൊക്കെ വേണ്ടി വരും. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് ഇനി എടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 10-15 എണ്ണം എടുത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ഇനി എടുക്കുന്നത് സവാളയാണ്. സവാള ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതിപ്പം തക്കാളി എടുക്കുകയാണ്. 3 തക്കാളിയാണ്, നല്ല വലിയ തക്കാളിയാണ്. അപ്പോൾ അത് ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും ഈ തക്കാളി. അപ്പം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുകയാണേ. ഇതിപ്പോൾ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. ചെറിയുള്ളി മിക്സിയിൽ ചതച്ചതാണിത്. ഇപ്പം ചെറിയുള്ളി ചതച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വേറെ വേറെ ചതച്ചെടുക്കാൻ പോവാണ്. ആദ്യം വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. വെളുത്തുള്ളി ഒരു 30 എണ്ണം എടുത്ത് ചതച്ചെടുക്കുവാണ്. അപ്പോൾ വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇഞ്ചിയാണ് എടുക്കുന്നത്. അതൊരു 50 ഗ്രാമൊക്കെ ഉണ്ട്, അതും ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഇഞ്ചി ചതച്ചതും ഈ പാത്രത്തിൽ തന്നെ മാറ്റിയിടുവാണേ. ഇപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇറ്റാലിയത്തിൻ്റെ നല്ല കട്ടിയുള്ള ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണേ. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഉള്ളിയൊന്നും ഒരുപാട് മൂത്തിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ ഇതിനകത്തുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിലും സേഫാണ് ഇവിടുത്തെ ഫുഡ് എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല, നല്ലൊരു മണം വരുന്നുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോഴാണ് സവാള ഇടുന്നത്. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് ഇളക്കി അപ്പം തന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. സവാള മൂത്തിട്ട് ഒന്നുമില്ല. സവാള ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. കുറച്ച് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ വേണം അതിന്. ഇപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ ഉരുളക്കിഴങ്ങും സവാള ഇതെല്ലാം കൂടെ ഒരുമിച്ച് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണേ. അപ്പം അത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കാരണം കുരുമുളക് ചിക്കൻ കറിയാണല്ലോ. അപ്പം നല്ല കുരുമുളകിൻ്റെ നല്ല രുചി ഉണ്ടാവണം. അപ്പം കുരുമുളകാണ് കൂടുതലായിട്ട് വേണ്ടത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ വലിയ തക്കാളിയാണ്, അതാണ് 3 എണ്ണം. മീഡിയം സൈസ് തക്കാളിയാണ് 5-6 എണ്ണം ഒക്കെ വേണ്ടി വരും. ഇതിപ്പോൾ 1.5 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. തക്കാളി ഒന്ന് വാടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി അധികം വേണ്ട, കാരണം കുരുമുളക് പൊടി നന്നായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതാ കഴുകി വാർത്ത് വെച്ചിരുന്നതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചിക്കൻ കഴുകി വാരിയത് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വെള്ളം നെകക്കെ കിടക്കുന്ന തരത്തിലാണ് ഒഴിക്കുന്നത്. ചില വെള്ളം മുകളിലല്ല, വെള്ളം ചിക്കൻ്റെ ആ ഒരു ലെവലിൽ തന്നെയാണ് ഒഴിക്കുന്നത്. കാരണം വെന്ത് വരുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പം ഇപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കുന്നുണ്ട്, ഉപ്പും മസാലയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ്. ഈ മണത്ത് നോക്കുന്നതിനോട് എനിക്ക് നല്ല താല്പര്യമാണ്. കാരണം കറിയിലൊക്കെ നല്ല മണം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു തൃപ്തി വരുള്ളൂ. പക്ഷേ ഈ മണത്ത് നോക്കി ഉപ്പ് കണ്ടുപിടിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ കറി അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട്. ഇതിപ്പം ഒരു മുറി തേങ്ങയാണ്, ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് തേങ്ങ വേണം, നമ്മൾ 1.5 കിലോ ചിക്കൻ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, പച്ചത്തേങ്ങ മാത്രമായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതിപ്പം നേരത്തെ പൊട്ടറ്റോ പിസ്ത കറി ഉണ്ടാക്കിയ മിക്സിയുടെ ജാറാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു മുകളിൽ തേങ്ങയുടെ ബാക്കിയൊക്കെ ഇരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഉടനെ തന്നെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ കഴുകിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു കറി കേട്ടോ, അത് വേറെ എവിടെയും കിട്ടുമൊന്നുമില്ല. ചന്ദ്രൻ ചേട്ടൻ്റെ സ്വന്തം റെസിപ്പിയാണിത്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും മസാലയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇത് ഒരുപാട് തീ കുറച്ചിട്ടിട്ടൊന്നും അല്ല, അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിവിടെ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. നമ്മളിപ്പോൾ ഇതിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ഇടുന്നില്ല, ഗരം മസാല മാത്രമാണ് ഇടുന്നത്. ഈ ഗരം മസാല ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പിയും ചന്ദ്രചേട്ടൻ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് കാണിക്കാം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതിപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2-3 തണ്ട് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അവസാനം ഇറക്കാൻ നേരത്ത് 1 ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ചന്ദ്രൻ ചേട്ടൻ്റെ കുരുമുളക് ചിക്കൻ കറി പെട്ടെന്ന് കഴിഞ്ഞു. നല്ല മണമുണ്ട്, കുരുമുളകിൻ്റെയൊക്കെ നല്ല മണമുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ ഇപ്പം എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കുരുമുളകിൻ്റെയൊക്കെ നല്ല രുചിയുള്ള ഒരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി കേട്ടോ, നല്ല രുചിയുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴത്തേക്കും വേവില്ല, പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ളത് ചിക്കൻ. അപ്പം നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറിയാണ്. ചന്ദ്രൻ ചേട്ടൻ ഇവിടെ ഗരം മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ തപ്പുകയാണേ. ശരിക്കും നല്ല നീറ്റായിട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്കാരൊന്നും ഇതൊന്നും ഇങ്ങനെയൊന്നും തുറന്ന് കാണിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല അവർക്ക്. അതിപ്പോൾ ഗരം മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാമ്പു, പട്ട, സാജീരകം, ഏലം. ഇതിപ്പോ ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് ഇതൊക്കെ എത്ര ഉണ്ടാവും? സാജീരകം 10 ഗ്രാം ഉണ്ടാവും, 10 ഗ്രാം, ഇതിൽ 15 ഗ്രാം. പട്ടയൊന്നും നമ്മളിപ്പോൾ ശരിക്കും ഗരം മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ടായിരുന്നു, ഇതൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് പൊടിക്കുകയാണ്. ഇത് 7 ഐറ്റമാണുള്ളത്. പട്ട ഇട്ടു, തക്കോല ഇടുകയാണ്, ഏലക്ക, ജാതിപത്രി, ഗ്രാമ്പു, പിന്നെ ഇത് സാജീരകം. ഇത് തന്നെയാണോ എല്ലാ കറികൾക്കും ഇടുന്നത്? എല്ലാ കറിയിലും ചിക്കൻ, ബീഫ്, മട്ടൺ. ഒരു 4 ജാതിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ഉള്ളിലെ പോർഷൻ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. എന്നാലേ നന്നായിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ടുണ്ട്, കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇത് മതിയല്ലോ അല്ലേ? നല്ല മണമുണ്ട് കേട്ടോ ഗരം മസാലയുടെ. അതാണ്. അപ്പോൾ ഇതാണ് ചന്ദ്രൻ ചേട്ടൻ്റെ ഗരം മസാല. എൻ്റെ ഗരം മസാല ഇങ്ങനെയല്ല, ഇത് കുറച്ച് നല്ല സ്ട്രോങ് ആയിരിക്കും. എൻ്റെ ഗരം മസാലയിൽ ഞാൻ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു അത്രയ്ക്ക് സ്ട്രോങ് അല്ല, മൈൽഡായിട്ടുള്ളൊരു ഗരം മസാലയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ചിക്കൂസ് ഡൈൻ ഗരം മസാല എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും.
അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ കുരുമുളക് ചിക്കൻ കറിയും ഗരം മസാലയുടെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ റിസോർട്ടിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു പുഴ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ പുഴയിലേക്ക് ഇറങ്ങാം. ഇത് ചാലിയാർ പുഴയുടെ കൈവഴിയായ കോട്ടപ്പുഴയാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്. വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പാണ്. പക്ഷെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നടുവിലേക്ക് നല്ല ഒഴുക്കായതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ നിന്നിട്ടാണ് കളിക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം ഫുൾ ടൈം വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളത്തിൽ നിന്ന് കയറിയത്. ഇതായിപ്പോൾ എൻ്റെ അനിയൻ വെള്ളത്തിലൂടെ താഴോട്ട് പോകുന്നുണ്ട്. ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ബാച്ചിലേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് താല്പര്യമുള്ളവർ ഈ കയറ് പിടിച്ച് കുറേ ദൂരം താഴോട്ട് പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇതപ്പം ഇടയ്ക്ക് മഴ പിന്നെയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങോട്ട് കയറി നിൽക്കുകയാണ്. അവരവിടെ മഴയത്ത് നിന്ന് കളിക്കുക തന്നെയാണ്. ഇവിടെ കുറേ സമയം കളിച്ചു. ഇനി ഞങ്ങൾ ഇവിടുത്തെ പൂളിലേക്ക് പോവാണ്. പൂള് മുകളിലാണുള്ളത്. ഈ പൂളിലേക്ക് പോകുന്ന വഴി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ പൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലമുകളിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. ഈ കുളത്തിൽ വന്ന് നിറഞ്ഞിട്ട് അത് പുറത്തേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. പിന്നെ ഈ പൂളാണെങ്കിൽ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. നടുഭാഗത്ത് നല്ല ആഴം കൂടുതലുണ്ട്, സൈഡിൽ ആഴം കുറവാണ്. അവിടെ നിന്നിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ ഇവിടെയും കുറേ സമയം വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം രാത്രി ഡിന്നറൊക്കെ കഴിച്ചു ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇപ്പം രാവിലെയായി. ഉച്ചയ്ക്ക് പോയാൽ മതി, പക്ഷേ ട്രിവാൻഡ്രത്തേക്ക് ഇന്ന് ഞങ്ങൾ പോകാനിരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ താമസിച്ച റൂം ഒന്ന് കാണിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. ഇത് നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ സൈഡിലൊരു ഓലക്കൊടയുണ്ട്. പിന്നെ ഇതൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ ഡോർ തുറക്കുമ്പോൾ തന്നെ നല്ല ശബ്ദമാണ് പുഴയുടെ. പിന്നെ കാടിൻ്റെ ശബ്ദവും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സീനറിയാണ്. അങ്ങ് ദൂരെ നല്ല ഭംഗിയുള്ളൊരു മലയുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. എല്ലാം നാടൻ വിഭവങ്ങളാണുള്ളത്. പിന്നെ ബ്രെഡും ബട്ടറും കൂടെ ഉണ്ട്. പിന്നെ ചന്ദ്രചേട്ടൻ്റെ സ്പെഷ്യൽ ചക്കജാമും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവിടുന്ന് തിരിക്കുകയാണ്. മനസ്സിനും ശരീരത്തിനും നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര. പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നുന്നു. ഇനിയും ഒരിക്കൽ കൂടെ വരണം. റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കളയിൽ കയറി വീഡിയോ എടുക്കാൻ അനുവാദം തന്ന റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റിന് ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് വിശദമായിട്ട് എല്ലാം പറഞ്ഞു തന്ന ചന്ദ്രൻ ചേട്ടനും മറ്റു ജീവനക്കാർക്കും ഒരുപാട് നന്ദി. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.